നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ലഡുവാണ്, അവൽ ലഡു. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കണം. ഞാനിവിടെ അടുപ്പത്ത് ഒരു ഉരുളി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇളക്കി ഫ്രൈ ചെയ്യാം. ഉണക്ക മുന്തിരിയും ഫ്രൈ ആവുമ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഉണക്കമുന്തിരി ഫ്രൈ ആവുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും, അപ്പം തന്നെ കോരി മാറ്റാം. അധികം ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ഇനി ഇതേ നെയ്യിലേക്ക് അവലിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെളുത്ത നേർത്ത അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇളക്കി വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ച് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ അധികം ബ്രൗൺ ആവും. അധികം ബ്രൗൺ ആവണ്ട. ഇത് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തും എടുക്കാം. ഇപ്പോൾ അവല് വറുത്തിട്ടായിട്ടുണ്ട്. ഇതിങ്ങനെ ക്രിസ്പി ആവുന്നവരെ വറുത്തെടുക്കാം. ഇനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്തിട്ട് കോരി മാറ്റാം. ഇങ്ങനെ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ പൊടിയണം, ആ പാകത്തിന് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ച് ചെയ്യാം. ഇനി വീണ്ടും തീ കത്തിച്ച് ഇതേ ഉരുളിയിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയതിട്ട് വറുത്തെടുക്കാം. ഇത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്. ഇതിന് കുറച്ച് സമയം ഇളക്കി വറുത്തെടുക്കാം. ഇതിലിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കുകയാണ്. വറുത്തിട്ടായിട്ടുണ്ട്. ഇതും ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഇങ്ങനെ നല്ല ഡ്രൈ ആയാൽ മാത്രം മതി. കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് ഇതും കോരി മാറ്റാം. തേങ്ങ വറുത്തെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വറുത്തെടുത്ത അവല് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇടാം. ഞാനിപ്പം ചെറിയ ജാറിൽ 2-3 പ്രാവശ്യം ഇട്ട് പൊടിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വലിയ ജാറിൽ ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇതിനി തരിതരിപ്പായി പൊടിച്ചെടുക്കാം. അവല് വറുത്തെടുത്തത് തരിതരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. മുഴുവൻ അവലും പൊടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വറുത്തെടുത്ത തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങയും തരിതരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പൊടിച്ചെടുത്ത അവലിൻ്റെ കൂടെ ഇടാം. ഇത് അധികം പൊടിയാൻ പാടില്ല, ഇങ്ങനെ ഒരു ക്രഷ് ചെയ്ത ഭാഗത്തിന് ഉണ്ടാവണം. ഇനി കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇതിനി ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തത് ഏകദേശം ഒരു 200 ഗ്രാം ശർക്കര ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പം ശർക്കര എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാം അരിഞ്ഞാൽ മാത്രം മതി. ഇനി തീ ഓഫ് ചെയ്ത് ഒരരിപ്പയിലൂടെ ഈ അവലും തേങ്ങയും പൊടിച്ചെടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ആദ്യം ഒഴിക്കുന്നില്ല, ആദ്യം പകുതി ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബാക്കി ചേർക്കുന്നില്ലു. ഇതില് ശർക്കരയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേസ്റ്റ് ഇല്ലാതെ പൊടി ശർക്കരയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് ഇങ്ങനെ ഉരുക്കാതെ തന്നെ ഇതിൽ ചേർത്ത് ഉപയോഗിക്കാം. ഇതിനി ആദ്യം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഈ പാകത്തിന് കുഴച്ചെടുക്കാം. ഇത്ര കട്ടി വേണം, ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിന് ഇത്ര കട്ടിക്ക് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കാം. ഇത് വീണ്ടും കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉരുട്ടി ബോളാക്കി എടുക്കാം. ആദ്യം കൈ എടുത്ത് ഇങ്ങനെ കുറച്ച് പ്രസ് ചെയ്യാം. കുറച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബോളായി കിട്ടും. ഇത് കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നല്ല പാങ്ങിൽ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ
നല്ല അടിപൊളി അവൽ ലഡു റെഡിയാണ്. ടാൻ ടാടാ. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടി ലഡുവാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്